നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. പീഡനക്കേസിൽ പ്രതിപട്ടികയിലുള്ള പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ഒളിവിൽ കഴിയുന്ന രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടത് അതിവിദഗ്ധമായിട്ടാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. അതായത് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയത് മുതൽ സഞ്ചരിച്ചത് CCTV-യുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയെന്നും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രമായി കാർ മാത്രം പല വഴിക്ക് സഞ്ചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ CCTV പരിശോധനയിൽ രാഹുലിന്റെ റൂട്ട് അവ്യക്തമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നും CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഉച്ചയോടെ രാഹുൽ പോയ വഴി കണ്ടെത്താനാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതേസമയം അതിജീവിത തെളിവായി നൽകിയ ശബ്ദരേഖയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയാണ് എന്നതും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടത്തിയ ആധികാരിക പരിശോധനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്റേത് തന്നെയാണ് എന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ഒക്കെ തന്നെ ശബ്ദരേഖ ഇക്കഴിഞ്ഞ നാളിലാണ് ചാനലുകളിലൂടെ എല്ലാം തന്നെ പുറത്തു വന്നത്. രാഹുലിന്റെ നിർബന്ധപ്രകാരം അശാസ്ത്രീയ ഭ്രൂണഹത്യ നടത്തുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് 3 മാസത്തെ വളർച്ചയുണ്ടായിരുന്നു എന്നും ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ യുവതി മാനസികമായി തകരുകയും തുടർന്ന് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അതായത് യുവതിയെ പരിശോധിച്ച വനിതാ ഡോക്ടറുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അശാസ്ത്രീയമായ ഗർഭചിത്രത്തെ തുടർന്ന് യുവതിക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ നേരിട്ടിരുന്നു എന്നാണ് ഡോക്ടർ അടക്കം പോലീസിന് മൊഴി നൽകിയത്. അതായത് ഗർഭം ധരിച്ച് പരമാവധി 7 ആഴ്ചയ്ക്കകം കഴിക്കാവുന്ന ഗുളികകളാണ് 3 മാസം ഗർഭിണിയായിരിക്കെ യുവതി കഴിച്ചിരിക്കുന്നത്. ഈ സമയം ഡോക്ടറുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ സാന്നിധ്യമോ ഒന്നുമില്ലാതെ ഈ ഗുളികകൾ കഴിപ്പിച്ചത് സ്ഥിതി അതീവ ഗുരുതരമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമിത രക്തസ്രാവം കാരണം സർക്കാർ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയിരുന്നു. മാനസികമായി തകർന്ന പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആശുപത്രി രേഖകൾ യുവതി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. അതായത് വിവാഹബന്ധം തകർന്നത് ആശ്വസിപ്പിക്കാൻ എത്തിയ രാഹുൽ പിന്നീട് സൗഹൃദം മുതലെടുത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. രാഹുലെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ചോദ്യം ചെയ്യലിന് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുമ്പോൾ തന്നെ അറസ്റ്റിന് യാതൊരു തടസ്സവുമില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഈ സാഹചര്യത്തിൽ രാഹുലിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് ഊർജിതമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്.